ഇരിക്കുന്നതിന് മുൻപ് വന്ന കാര്യം ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. എന്താ? കല്യാണം കഴിഞ്ഞ വധൂവരന്മാർക്ക് പെണ്ണിന്റെ വീട്ടില് വിരുന്നു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞാൻ അതിനുകൂടി ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. വധൂവരന്മാര് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും വിരുന്നിന് വരണം. വിരുന്നിന് പിള്ളേര് മാത്രം വന്നാ പോരെ? ഞങ്ങൾ എല്ലാരും വരേണ്ടതുണ്ടോ? വരണം വരണം, എല്ലാവരും വരണം. ഇപ്പൊ തന്നെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ കുറേയധികം പണം ചെലവാക്കിയതല്ലേ? ഇനി ഓരോരോ ചടങ്ങിന്റെ പേരില് വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടതുണ്ടോ? പക്ഷേ സമ്പ്രദായങ്ങൾ അനുസരിക്കണ്ടേ? നാട്ടുനടപ്പനുസരിച്ച് വിരുന്ന് ചടങ്ങ് നടത്തേണ്ടതല്ലേ? അത് ഞങ്ങൾ എങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നേ? ചടങ്ങ് നടത്തിയില്ലെങ്കിൽ അതിന്റെ കുറവ് ഞങ്ങൾക്കല്ലേ? ശരി ശരി, എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. പക്ഷേ ഇവിടുന്ന് എല്ലാവർക്കും വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സുലോചനെ. അറിയാലോ ഓരോരുത്തരുടെ തിരക്കുകള്. അതുകൊണ്ട് എല്ലാവരെയും പ്രതീക്ഷിക്കണ്ട. എന്തായാലും സിദ്ധു, അഭിയും, ദേവികയും അഞ്ജിതയും കൂട്ടി വരും. നിങ്ങളെ എല്ലാവരും വരണമെന്നാ എന്റെ ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും. നോക്കട്ടെ. ഇതാരാ വന്നിരിക്കുന്നേ? സുലോചനയോ? വാ വാ വന്നേ വാ. മകളെ കാണാതെ സുലോചനയ്ക്ക് അവിടെ ഇരിപ്പിറക്കുന്നില്ലായിരിക്കും അല്ലേ? അതെ, അത് ശരി തന്നെയാ. പക്ഷേ ഞാൻ ഇപ്പൊ വന്നത് ഇവളെ കാണാൻ വേണ്ടി മാത്രമല്ല. കല്യാണം കഴിഞ്ഞ ശേഷം വധൂവരന്മാർക്ക് പെണ്ണ് വീട്ടില് വിരുന്നു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ആ ചടങ്ങിന് ഇവിടെ എല്ലാവരും ക്ഷണിക്കാനാ ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും വിരുന്നിന് പങ്കെടുക്കണം. നോക്കട്ടെ, പരമാവധി ഞങ്ങൾ വരാൻ ശ്രമിക്കാം. ഇനി അഥവാ വരാൻ സാധിച്ചില്ലെങ്കിൽ അത് കാര്യമാക്കണ്ട. വിരുന്ന് അഭിഷേകിനും അഞ്ജിതയ്ക്കും ഉള്ളതല്ലേ, അവർ കൃത്യമായിട്ടും വരും. ഏയ്, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിങ്ങളും വരണം. ശരി ശരി, നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. അമ്മേ വാ. അത്രേ ഉള്ളോ കാര്യം? ഇതിന് സങ്കടപ്പെടുന്ന വേണ്ട. കുട്ടനിപ്പൊ പന്ത് കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. പോയി പന്ത് എടുത്തിട്ട് വാ, ഞാൻ കളിക്കാൻ വരാം. എനിക്കിനി പന്തൊന്നും കളിക്കണ്ട. പിന്നെ ഇനി കുട്ടന് എന്ത് വേണം? എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? അത് പറഞ്ഞാലേ മലക എനിക്ക് സഹായിച്ചു തരുമോ? കുട്ടന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. എന്നാലേ നമുക്ക് ആരും കാണണ്ടേ പുറത്ത് കറങ്ങാൻ പോയാലോ? ഈ രാത്രിയിലോ? അതെന്താ കുഴപ്പം? രാത്രിയില് പുറത്ത് കറങ്ങാൻ പോണ കുട്ടാ? ഇപ്പൊ തന്നെ നേരെ ഒത്തിരി വൈകി. നമുക്കേ നാളെ പുറത്തു പോവാം. വേണ്ട വേണ്ട, എനിക്കിപ്പൊ തന്നെ പുറത്തു പോണം. കുട്ടാ, എന്റെ ഏതാഗ്രഹവും സഹായിച്ചു തരാന്ന് പറഞ്ഞല്ലേ മലക. എന്നിട്ടിപ്പൊ എന്തിനാ മാറ്റി പറയണേ? മലകനെ പറ്റിക്കണോ? എന്താ മുത്തശ്ശി? എന്താ പറ്റി? എന്തിനാ വിളിച്ചത് മുത്തശ്ശി? ഇതെന്താ? ദേവികെ, എന്താ ഇത്? എന്താ ഈ കാണുന്നതൊക്കെ? ഈ തെരുവ് കൂട്ടങ്ങൾക്കൊപ്പം കൂത്താടുന്നത് സിദ്ധു അല്ലേ? അവൻ എങ്ങനെ ഇവരോടൊപ്പം ചേർന്ന് കൂത്താട്ടം നടത്തി? മലക ഏതായാലും അവൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി ഇതൊന്നും ചെയ്യില്ല. വിലയും നിലയും മറന്ന് അവനെ കൊണ്ട് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത് നീയാ. മുത്തശ്ശി, ഈ
കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന പ്രവൃത്തിയാണോ അവനീ കാട്ടിക്കൂട്ടുന്നത്? അല്ല. നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ് എന്താണെന്ന് അറിയൂ? ഈ സിറ്റിയിലെ പേരുകേട്ട കുടുംബമാണ് പൊന്നാരൻതോട്ടം. ഇവിടുത്തെ ഒരു സന്തതിയാ ഈ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾക്കിത് നാണക്കേടാ, മഹാനാണക്കേട്. നീയായിട്ടാണ് ഈ നാണക്കേട് ഞങ്ങളുടെ കുടുംബത്തിന് വരുത്തി തീർത്തത്. അഞ്ജിത ഈ വീഡിയോ ഞങ്ങളെ കാണിച്ചതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇതറിഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ ആരും അതറിയില്ലായിരുന്നു. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ മിണ്ടാത്തതെന്ന്? മുത്തശ്ശി, നിനക്കൊന്നും പറയാനില്ലേ? അവനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാ അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത്.